അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിൽ വന്ന് വിജയം വരിച്ച വലിയ പ്രഖ്യാപനം നടത്തിയപ്പോൾ കഅബാലയത്തിന്റെ മുറ്റത്തൊരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ഒരു ചെറിയ കൂട്ടം കൂടുകയാണ്. അതാരാണ്? മദീനയിൽ നിന്ന് വന്ന അൻസ്വാറുകളായ ആളുകൾ അവിടെ ഒരു യോഗത്തിലാണ്. എന്തേ അവരുടെ ചർച്ച? നമ്മുടെ നേതാവായ മുത്തുനബി തങ്ങളുടെ ജന്മനാട്ടിലെത്തി, അവിടുത്തെ കുടുംബക്കാരുടെ കൂടെയായി, കഅബാലയത്തിന്റെ വീട്ടിലെത്തി, കഅബയുടെ ചാരത്തായി. നമുക്ക് കഅബയില്ല, നമുക്ക് നബിതങ്ങളില്ല. ഇന്ന് കിട്ടിയ സ്വത്തുകൾ മുഴുവനും മക്കക്കാർക്ക് തന്നെ പങ്കുവച്ചു, അതും നമുക്കില്ല എന്ന് പറഞ്ഞ് അൻസ്വാറുകളായ ആളുകൾ മീറ്റിംഗ് കൂടുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരും പറയാതെ അല്ലാഹുവിൽ നിന്ന് അറിയുകയാണ്. ഉടനെ അൻസ്വാറുകളെ വിളിക്കുന്നു. യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ ഒന്ന് വരൂ. അൻസാറുകളെ, നിങ്ങളുടെ മീറ്റിംഗിന്റെ അജണ്ട എന്താ? ഞാനിത് വായിക്കുമ്പോൾ ഇമാം ബൈഹഖി, ഇമാം അബൂ നുഐം തുടങ്ങിയുള്ളവരുടെ നിവേദനങ്ങൾ വളരെ വിശാലമായ അധ്യായങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ മുഹൂർത്തങ്ങളെ എണ്ണുന്ന ഗ്രന്ഥത്തിൽ മവാഖിഫു ബകാഫിഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശാലമായ ഒരു ആഖ്യാനം ഈ സംഭവത്തിൽ പറയുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കാനുള്ള നേരമില്ല. പെട്ടെന്ന് ഈ മുഹൂർത്തം പറഞ്ഞു പോവുകയാണ്. മഹാന്മാരായ അൻസ്വാറുകളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അല്ല, എന്താണ് നിങ്ങളുടെ മീറ്റിംഗിന്റെ അജണ്ട? ഉടനെ അൻസാറുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾ മക്കത്ത് വന്ന് ജയം വരിച്ച് കഅബയുടെ നാട്ടിലെത്തി, കഅബ കിട്ടി, വീട്ടുകാരെ കിട്ടി, നാട്ടുകാരെ കിട്ടി, എല്ലാം തങ്ങൾക്ക് ലഭിച്ചില്ലേ? ഞങ്ങളിനി മദീനത്തേക്ക് പോണത് എന്തിനാണ്? ഞങ്ങൾക്കവിടെ നിബിധങ്ങളില്ല, ഞങ്ങൾക്കവിടെ കഅബയില്ല, ഞങ്ങൾക്കവിടെ ഒന്നുമില്ല. ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? അതിനെ ഓർത്തിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടിയത്. യാ റസൂലല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ വിളിക്കുകയാണ്, അൻസ്വാറുകളെ, ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇവിടെ ഒരു നിവേദനം ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. നബിതങ്ങൾ ലീഡർഷിപ്പിന്റെ പവർ കാണിക്കുകയാണ്. അല്ല മദീനക്കാരെ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളിൽ നിന്ന് എനിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് വല്ല നന്മയും കിട്ടിയിട്ടുണ്ടോ? സ്വഹാബത്തൊരൊറ്റ കരച്ചിലാണ്, അതേ നബിയേ, ഞങ്ങൾക്ക് ഈമാൻ തന്നത്, ഞങ്ങൾക്ക് ഇസ്ലാം തന്നത്, ഞങ്ങൾക്ക് സ്നേഹം തന്നത്, ഞങ്ങൾക്ക് എല്ലാ നന്മയും തന്നത് തങ്ങളാണ്. സ്വഹാബത്ത് മനസ്സു തുറന്നങ്ങ് പറഞ്ഞപ്പോൾ ഹബീബ് കരയുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, അൻസാറുകളെ, എന്നെ നാട്ടുകാര് താമസിക്കാനിടം നൽകിയില്ല, നിങ്ങളെനിക്ക് താമസിക്കാനിടം നൽകിയവരാണ്, നിങ്ങളെനിക്ക് താമസത്തിന് സ്ഥലം നൽകിയവരാണ്, നിങ്ങളെനിക്ക് ഭക്ഷണം നൽകിയവരാണ്, നിങ്ങളെനിക്ക് സ്നേഹം നൽകിയവരാണ്, നിങ്ങളെനിക്ക് എല്ലാം നൽകിയവരാണ്. അൻസാറുകളെ, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, അന മിനൽ അൻസാർ, ഞാൻ അൻസാരിയാണ്, എന്റെ കുടുംബക്കാർ ഇവിടെയുണ്ട്, ഞാനിവിടെ നിൽക്കണില്ല.
ഞാൻ പ്രിയപ്പെടുന്ന കഅബ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ നിങ്ങളുടെ കൂടെ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. അന മിനൽ അൻസാർ. ഉടനെ അൻസാറുകളുടെ മുദ്രാവാക്യമുണ്ട്, യാ റസൂലല്ലാഹ് റദീനാ ബിറസൂലില്ലാഹി ഖിസ്മൻ വഹല്ലാ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്കൊരു സ്വത്തും വേണ്ട, ഒരു അധികാരവും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് തങ്ങൾ കൂടെയുണ്ടായാൽ മതി യാ ഹബീബല്ലാഹ്. അൻസാറുകൾ എത്ര വിശാലതയുള്ള മനസ്സുകാർ, അൻസാറുകൾ എത്ര വിശാല മനസ്കരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മുഴുവനും വിരുന്നൂട്ടി ആതിഥ്യം നൽകി. അവസാനം അധികാരം വന്നപ്പോ 4 ഖലീഫമാരും മുഹാജിറുകളാ. അൻസാരികൾക്ക് പ്രശ്നമില്ല, അവർക്കറിയാം അവരാണ് അവകാശികൾ, അവരാണ് അവകാശികളെന്ന്. അപ്പൊ അൻസാറുകൾ ചോദിച്ചില്ല, അങ്ങ് മക്കത്ത് നിന്ന് നിങ്ങളെല്ലാം പ്രയാസം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ വീട് തന്നത് ഞങ്ങളല്ലേ, ഇവിടെ വന്ന് പ്രസിഡന്റ് ആയത് നിങ്ങളാണോ, ഖലീഫയായത് നിങ്ങളാണോ? ഒരു ചോദ്യവും ഇല്ല. നമ്മുടെ നാട്ടിൽ മഹല്ല് മാറിയ പ്രശ്നം, ആ മഹല്ലുകാരൻ ഇവിടെ, ആ പഞ്ചായത്തുകാരൻ ഇവിടെ, ഈ പഞ്ചായത്തുകാരൻ അവിടെ, ആ ജില്ലക്കാരൻ അവിടെ, ഈ സ്റ്റേറ്റുകാരൻ ഇവിടെ. എന്ത്? അള്ളാഹുവിന്റെ പവിത്രമായ മതത്തിന്റെ ചരിത്രം വായിക്ക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫയാര്? മിനൽ മുഹാജിരീൻ സയ്യിദുനാ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിങ്ങൾ മക്കത്ത മദീനത്ത് വന്ന് ആളാവണ്ടെന്ന് പറഞ്ഞില്ല, എല്ലാവരും ബൈഅത്ത് ചെയ്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിൻ മക്ക, മക്കയിൽ നിന്നുള്ള ആളാണ്. മൂന്നാമത്തെ ആൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്, പരാതിയില്ല. നാലാമത്തെ ആൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്, പരാതിയില്ല. ഇനി ഒരു കാര്യം കൂടി അറിയണം, 4 പേരും അർഹതയുടെ ഏറ്റവും വലിയ ഉന്നതിയിലുള്ളവരാണ്, ആർക്കും പരാതിയില്ല. ഇനി ഒന്നറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യാപിതാവാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഭാര്യാപിതാവാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, മരുമകനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, മരുമകനാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. മുഹമ്മദ് നബി തങ്ങളുടെ കുടുംബവാഴ്ച കൊണ്ടുവന്നതാണ് എന്നൊരു കമന്റ് വന്നിട്ടില്ല. അർഹതയുള്ളവർ കൈകാര്യം ചെയ്യട്ടെ, ദീനിവിടെ നടക്കട്ടെ എന്നല്ലാതെ സങ്കുചിതത്വങ്ങൾ ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം അങ്ങനെയാണ്, അങ്ങനെയാണ് പാരമ്പര്യം നമ്മൾ അറിയുന്നത്, അയിമ്മത്തിന്റെ വഴിയിൽ നിന്ന് അറിയുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, എത്ര വലിയ മനസ്സാണ് അൻസാറുകളുടേത്. അവര് ലോകത്തെ മുഴുവനും സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സുകാരാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, അന മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽപ്പെട്ട ആളാണ്. ഇന്നും അൻസാറുകളുടെ സ്വീകരണം, മദീനയിലേക്ക് ചെന്നാലുള്ള സ്വീകരണം ഒരു വല്ലാത്ത സ്വീകരണമാണ്.